നമുക്കറിയാം ദിവസങ്ങൾക്ക് മുമ്പാണ് കാന്തപുരം ഉസ്താദ് ഒരു വലിയ പ്രസ്താവന നടത്തിയത്. അതായത് ഉസ്താദ് ദീനിൻ്റെ നിയമം പറഞ്ഞതാണ്. സ്ത്രീകൾ അന്യപുരുഷന്മാരുമൊത്ത് ഇടകലർന്നുകൊണ്ട് വ്യായാമ മുറകളിൽ ഏർപ്പെടുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം, അത് ദീനിനെതിരാണ്. അന്യപുരുഷന്മാരെ അന്യ സ്ത്രീകളും പരസ്പരം കാണുക എന്നുള്ളത്, അനാവശ്യമായി കാണുക എന്നുള്ള ഇസ്ലാം നിരോധിച്ച ഒരു നിയമം പോലും പരിഗണിക്കാതെയാണ് ഇത്തരത്തിൽ ചിലർ പ്രവർത്തിക്കുന്നത്. അത് ദീനിനെതിരാണെന്ന ഒരു വലിയ ദീനിൻ്റെ നിയമം കാന്തപുരം ഉസ്താദ് ഉച്ചത്തിൽ പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുകയും മുഖ്യധാരാ മാധ്യമങ്ങൾ അതൊരു വലിയ ചർച്ച ചെയ്തുകൊണ്ട് കാന്തപുരത്തെ പറച്ചു ചീന്തിക്കളയാമെന്നും ഇസ്ലാമിൻ്റെ പുരാതനമായ നിയമം ഇവിടുത്തെ മതപണ്ഡിതന്മാർ 4-ാം നൂറ്റാണ്ടിലേക്ക് മനുഷ്യരെ വലിച്ചു പോകുകയാണോ എന്നൊക്കെ ചോദിച്ച് വലിയ ചർച്ചയുണ്ടാക്കി. എന്നാൽ ഈ ഒരു ചാനലുകൾ വിവാദമാക്കിയ കാന്തപുരം ഉസ്താദിൻ്റെ വലിയ പ്രസ്താവനക്ക് മുമ്പെങ്ങുമില്ലാത്ത സ്വീകാര്യതയാണ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം, നിർഭാഗ്യവശാൽ 89-ൽ സുന്നികൾക്കിടയിൽ തന്നെ ഒരു വലിയ വിള്ളലുണ്ടാവുകയും സമസ്ത 2 വിഭാഗമായി തിരിയുകയും ചെയ്ത സംഭവം നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്നാൽ ഇതിനു ശേഷം കാന്തപുരം ഏതെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ സഹോദര പ്രസ്ഥാനമായ EK സുന്നി വിഭാഗം എന്നറിയപ്പെടുന്ന ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘടന പലപ്പോഴും അതിനോട് വേറെ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ മൗനം അവലംബിക്കുകയും അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദുമായി എതിർപ്പെടുന്ന ഉസ്താദിനെ എതിർക്കുന്ന രീതിയിൽ സംസാരിക്കുകയും അങ്ങനെ ഒരു യോജിപ്പില്ലാത്ത രീതിയിൽ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ കണ്ടുവന്നതാണ്. മഹല്ലിൽ തമ്മിലടിയും അങ്ങനെ തുടങ്ങി ഇരു സംഘടനകളും തമ്മിലുള്ള പ്രശ്നങ്ങളും മറ്റു സംഭവ വികാസങ്ങളും അതൊന്നും ഇവിടെ ചൂഴ്ന്നെടുക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സംഭവം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സുന്നികൾ തമ്മിൽ ഒരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ടോ ഈ ഒരു പ്രസ്താവനയോട് കൂടി എന്ന് എനിക്ക് തോന്നിപ്പോകുകയാണ്. ഇതെനിക്ക് മാത്രം തോന്നിയതല്ല, ഇവിടുത്തെ ഈ വിവാദമാക്കിയ ചാനലുകാരും ഒരുപക്ഷെ ഉദ്ദേശിച്ചത് എല്ലാവരിൽ നിന്നും മുസ്ലിമീങ്ങൾ ഛിന്ന ഭിന്നമായി നിൽക്കുന്നതൊക്കെ അറിയാവുന്ന അവർ മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെ കാന്തപുരത്തിനെതിരെ ഒരു വലിയ എതിർപ്പ് ഉണ്ടാക്കേണ്ടി കൂടിയായിരുന്നു അവർ ഇതിനെ ചർച്ചക്കിട്ടതും വിവാദമാക്കിയതുമെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു സപ്പോർട്ടാണ് കാന്തപുരം ഉസ്താദിന് മുസ്ലിമീങ്ങളിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, അവർ വാർത്തയിൽ തന്നെ പറയുന്നു, EK സുന്നികൾ കാന്തപുരത്തിനെ ഇങ്ങനെ വലിയ സ്വീകാര്യതയോടുകൂടി ഏറ്റെടുക്കുന്നതാണ് കാണുന്നതെന്ന്. അതൊന്ന് കേൾക്കാം. വിവാദ പരാമർശത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് പിന്തുണയുമായി EK സുന്നി വിഭാഗം. ഇസ്ലാമിലെ സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെ ജീവിക്കണമെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുമെന്ന് നാസർ ഫൈസി കൂടത്തായി വ്യക്തമാക്കി. ഭരണഘടന നൽകുന്ന അവകാശത്തിനകത്ത് നിന്ന് മതനിർദ്ദേശങ്ങൾ പണ്ഡിതന്മാർ പറയുമെന്നും നാസർ ഫൈസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടു. ഇപ്പോൾ സമസ്തയിലെ ഒരു വിഭാഗം കാന്തപുരത്തോട് ഐക്യപ്പെടുകയാണ്. ചുരുക്കത്തിൽ 3.5 പതിറ്റാണ്ടിന് മുമ്പുള്ള ആ വലിയ ഭിന്നതകളൊക്കെ മറന്ന് മടങ്ങാനും ഒരേ വേദിയിൽ കാര്യങ്ങൾ എത്താനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണോ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ഈ സമസ്ത EK വിഭാഗവും AP വിഭാഗവും ഒന്നായി നിന്നുകൊണ്ടായിരുന്നു ഇതിനെതിരെ പോരാടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നമുക്കറിയാം, ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കാന്തപുരം ഉസ്താദിനോടും അതുപോലെ ജിഫ്രി തങ്ങളോടുമൊക്കെ ഈ സുന്നി ഐക്യത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഈ 5-6 വർഷമായി പ്രത്യേകിച്ച് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് ആയതിന് ശേഷം ഈ സുന്നി ഐക്യം ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. അങ്ങനെ ഇരുവിഭാഗവും ഒന്നായിരുന്ന് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും സുന്നി ഐക്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു മഹല്ലിൽ പണ്ടെങ്ങും ഉള്ളതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുവാൻ വേണ്ടി ഇരുവിഭാഗം അത്തരത്തിൽ ഉണ്ടാവുകയില്ലെന്ന് തീരുമാനമെടുക്കുകയും ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നേതൃത്വം ഇടപെട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിഹരിക്കുകയും സാധാരണ നിലയിലാക്കി കളയുകയും ചെയ്യുമെന്നും പള്ളികൾ പിടിച്ചെടുക്കുകയും മറ്റു പോലെയുള്ള സംഭവ വികാസങ്ങൾ ഇനി ഉണ്ടാവരുതെന്നുമൊക്കെ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പം അതിനൊക്കെ ശേഷം സുന്നികൾ തമ്മിൽ ഉള്ളിലൂടെ ഒരു ഐക്യം രൂപപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ പോലും ഈ ചെറിയ ചെറിയ ചില സംഭവ വികാസങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന്
അതിനൊക്കെ ചില ഉലച്ചിലുണ്ടാക്കുന്ന രീതിയിൽ ചില സംഭവവികാസങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുമുണ്ട്. ചിലരൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ സുന്നികൾ തമ്മിൽ ലയനമല്ല, സുന്നികൾ തമ്മിൽ ഐക്യമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഇരു സുന്നികളും ഇവിടെ ഉണ്ടാവുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. സംഘടനകൾ ഒന്നുകൂടി ഉണ്ടായാലും വലിയ വിഷയങ്ങളൊന്നുമില്ല. എന്നെ പോലെയുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നത് ഇരു സമസ്തകളും ഐക്യപ്പെട്ടുകൊണ്ട്, അതായത് ഒരു പ്രസ്താവന വരുന്ന സമയത്ത്, ഒരു വിഷയം വരുന്ന സമയത്ത് രണ്ടാളുകളും ഒന്നായി അതിനെ നേരിടുക എന്നുള്ളതാണ്. ഐക്യപ്പെട്ടുകൊണ്ട് പ്രസ്താവന ഇറക്കുകയും ഒരു നേതാവിൻ്റെ പ്രസ്താവനയെ മറ്റു നേതാക്കൾ അംഗീകരിക്കുകയും അതിനെതിരെ പൊതുമധ്യത്തിൽ അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയോ എന്നുള്ളതാണ് നേതാക്കളും അണികളും തമ്മിലുള്ള സംഘടനാപരമായ ഐക്യമെന്ന് പറയുന്നത്. അതുപോലെ പ്രവർത്തനത്തിലുള്ള ഐക്യം, എല്ലാ വിഷയവും രണ്ടുപേരും പ്രവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ വളർത്തുവാൻ വേണ്ടിയാണെങ്കിൽ സ്വാഭാവികമായി ഐക്യപ്പെടുന്നതിന് ആശയപരമായി വ്യത്യാസങ്ങളില്ലാത്ത ഈ സംഘടനകൾക്ക് യാതൊരു പ്രശ്നവുമില്ലതാനും. അപ്പോൾ അതാണ് സുന്നികൾ തമ്മിൽ ഐക്യം നടക്കുമോ എന്ന് ജിഫ്രി തങ്ങളോട് ചോദിക്കുമ്പോൾ കുറച്ച് മുമ്പുള്ളതാണ് ജിഫ്രി തങ്ങൾ പറയുന്നത്. നമുക്കൊന്ന് കേൾക്കാം. സുന്നി സംഘടനകൾ ലയിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് സാധിക്കുന്ന ഒന്നാണോ? തീർച്ചയായും അത് സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. സുന്നികൾ തമ്മിൽ യോജിക്കാൻ പറ്റാത്ത അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായിട്ട് നേരിട്ട് സംസാരിക്കാറുണ്ടോ? അവർ സംസാരിക്കാറൊക്കെ ഉണ്ട്, പലപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ അതാണ് ജിഫ്രി തങ്ങൾ പറയുന്നു, തീർച്ചയായും സുന്നി ഐക്യം സംഭവിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് നടക്കാനുള്ളതും നടക്കുന്നതുമാണ്. കാന്തപുരം ഉസ്താദുമായൊക്കെ സംസാരിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് സംസാരിക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെയാണ്. എന്നാൽ കാന്തപുരം ഉസ്താദിൻ്റെ അഭിപ്രായവും ഇത്തരത്തിൽ തന്നെയാണ്. ഉസ്താദ് മുമ്പേ തന്നെ പറഞ്ഞതാണ്, പണ്ഡിതന്മാർ ഒരേ രീതിയിലേക്ക്, രണ്ട് ചേരിയിലേക്ക് മാറിപ്പോകുന്നതിൽ വളരെ വിഷമമുണ്ടെന്നും പണ്ഡിതന്മാർ തമ്മിൽ സംഘടനകൾ ഉണ്ടെങ്കിൽ പോലും ഐക്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഇഷ്ടമെന്നും അത് സംഭവിക്കണമെന്നുമുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തി കൂടിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സംഭവ വികാസം ഉണ്ടായത് മുതൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു വല്ലാത്ത ഒരു വിദ്വേഷത്തിൻ്റെ കണികയും തമ്മിലുള്ള വല്ലാത്ത എതിർപ്പും അതുപോലെ രോഷവുമൊക്കെ മാറിപ്പോയി എന്ന് കൃത്യമായി ബോധ്യമാകുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു ഈ ഒരു മതനിയമം കാന്തപുരം ഉസ്താദ് പറഞ്ഞപ്പോൾ ഉണ്ടായത് എന്നുള്ളതാണ്. നമുക്കറിയാം, ചാനലുകളിലും സമൂഹത്തിൽ മുഴുക്കയും മാധ്യമങ്ങളോട് പ്രതികരിക്കുവാനുമൊക്കെ ഈ ഒരു പ്രസ്താവന കാന്തപുരം ഉസ്താദിൽ നിന്ന് ഉണ്ടായപ്പോൾ ഉസ്താദിൻ്റെ സംഘടനയിൽ നിന്നുള്ള ആളുകൾ പൊന്തി വന്ന് പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് ഈക്യസമസ്തയിലുള്ള നേതാക്കൾ അതിനെതിരെ ഐക്യപ്പെട്ടുകൊണ്ട് പരസ്യമായി പ്രസംഗത്തിലൂടെയും ചാനലുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ അതിനോട് ഐക്യപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നതാണ് നമുക്ക് സാധിച്ചത്. ഏതായാലും ആദ്യമായി തന്നെ ഈ എ പി സമസ്തയുടെ അജയ്യനായ നേതാവെന്നറിയപ്പെടുന്ന ഈ കാന്തപുരം എ പി ഉസ്താദ്, കാന്തപുരം ഉസ്താദിനേക്കാൾ വലിയ ഒരു നേതാവ് ഈ എ പി വിഭാഗം സമസ്തയിൽ ഇല്ലെന്ന് നമുക്കറിയാം. ആ ഉസ്താദിൽ നിന്ന് ഇത്തരത്തിലൊരു മതനിയമം ഉണ്ടായപ്പോൾ, അതിൽ ചാനലുകൾ അത് വിവാദമാക്കിയപ്പോൾ ആദ്യമായി തന്നെ എനിക്ക് കേൾക്കാനിടയായത് ഈക്യസമസ്തയിൽ നിന്നുള്ള ഒരു ഏറ്റവും വലിയ നേതാവായ ജിഫ്രി തങ്ങളുടെ ഒരു പ്രതികരണമാണ്. നമുക്കതൊന്ന് കേൾക്കാം. സ്ത്രീകളുടെ സംബന്ധിച്ച് ഒരു മതവിധി അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് ചിലരൊക്കെ പിന്തുണച്ചു എന്ന് പറഞ്ഞു. പിന്തുണച്ചാൽ പോരാന്ന് എനിക്ക് പറയാനുള്ളത്, നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കണം. മതവിധി പല ഉസ്താദന്മാരും പറയും. അപ്പൊ അതാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഒരു മതവിധി പറഞ്ഞെന്നും ആ മതവിധി അദ്ദേഹം പറഞ്ഞപ്പോൾ ചിലരതിനെ എതിർക്കുന്നു. അത് മതവിധി അതിനെ അംഗീകരിച്ചാൽ പോരാ, അത് നടപ്പിൽ വരുത്തുക കൂടി ചെയ്യണമെന്ന് വളരെ ശക്തമായ രീതിയിലാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇതിനനുകൂലമായി പ്രതികരിച്ചത്. നമുക്കറിയാം, ഇത്ര വേഗം പണ്ടൊക്കെയുള്ള ഒരു സ്വഭാവം അനുസരിച്ച് എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ തന്നെ ഒരു മതനിയമം കാന്തപുരം ഉസ്താദ് പറഞ്ഞാൽ തന്നെയും അതിനെതിരെ മൗനം പാലിക്കുകയോ അതിൽ ഇടപെടാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനെ എതിർക്കേണ്ട വിഷയമാണെങ്കിൽ മതനിയമമൊന്നുമല്ല മറ്റേതെങ്കിലും ഒരു വിഷയമാണെങ്കിൽ അതിനെ വളരെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗപ്രവേശനം നടത്തുകയും ചെയ്യുന്ന ഒരു സംഘടനകളായിരുന്നു രണ്ടുപേരെങ്കിലും. ഒന്നും ആലോചിക്കാതെ തന്നെ നേതൃത്വം തന്നെ കാണിച്ചു കൊടുക്കുകയാണ്, ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ രംഗപ്രവേശനം നടത്തി കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സംവിധാനം
മുമ്പെങ്ങുമില്ലാത്ത ഒരു സംവിധാനം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. സുന്നികൾ തമ്മിലുള്ള ഐക്യം എവിടം വരെ എത്തി എന്നുള്ള, നേതൃതലത്തിൽ എവിടം വരെ എത്തി എന്ന് കാണിച്ചു തരുന്ന രീതിയിലായിരുന്നു ഇത്. ഇനി നമുക്കറിയാം, എന്നെ പോലെയുള്ള ആളുകളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് ഈ സുന്നിയിൽ ഐക്യം. സുന്നികൾ തമ്മിലുള്ള ഐക്യം ചർച്ചയും മറ്റുമൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിലും സുന്നികൾ തമ്മിൽ ഐക്യപ്പെടാൻ സമ്മതിക്കാത്തത് ഇരു സംഘടനകളിലെയും യുവാക്കളായ നേതാക്കളാണെന്ന് പലപ്പോഴും എന്നെ പോലെയുള്ളവരൊക്കെ സംശയിച്ചിട്ടുണ്ട്. എന്നാൽ മുമ്പെങ്ങുമില്ലാത്ത രീതിയിലാണ് ഈ ഒരു പ്രതികരണത്തോട്, കാന്തപുരം ഉസ്താദിനോട് യോജിച്ചുകൊണ്ട് രംഗപ്രവേശനം നടത്തുന്ന യുവ നേതാക്കളെയും സമസ്തയിൽ നമുക്ക് കാണാനിടയായത്. സത്താർ പന്തല്ലൂർ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. മതപണ്ഡിതന്മാർ മതവിശ്വാസികളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കുന്ന, ഇസ്ലാമിനെ പ്രാകൃതമായിട്ടൊക്കെ ചിത്രീകരിക്കാൻ ആര് മുന്നോട്ട് വന്നാലും ഇക്കാര്യത്തിൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിരിക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. മതപണ്ഡിതന്മാർ ഈ സമുദായത്തോട് എന്തെങ്കിലും ഉപദേശം കൊടുത്താൽ അത് സ്ത്രീയുടെ വിഷയത്തിലാണെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം അങ്ങനെ ഇടപഴകാൻ അവസരമുണ്ടാക്കുന്ന പുതിയ പുതിയ രീതികളുടെ ഭാഗമായിട്ടാണെങ്കിലും മതപണ്ഡിതന്മാർ അവരുടെ വിശ്വാസികളോട് ഉപദേശിക്കും. ആ ഉപദേശത്തെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണതകൾ ആർക്കും ഭൂഷണമല്ല, അത് അവർക്ക് നഷ്ടമേ ഉണ്ടാക്കൂ. അപ്പൊ അതാണ് ഇസ്ലാമിലെ ദീനിന്റെ നിയമം ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞാൽ അതിനെതിരെ ആരും കൊഞ്ഞനം കാട്ടേണ്ടതില്ല. അത് മത നിയമം പറയുന്നത് മതത്തെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളായ വിശ്വാസികളോടാണ് എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. ഇതിൽ സത്താർ പന്തല്ലൂർ പറയുന്നത് അത് സമസ്തയുടെ പണ്ഡിതരാവാം, അല്ലാത്തവരാവാം, ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിത സഭ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർ എന്ന് തന്നെയാണ് കാന്തപുരം ഉസ്താദിനെ വളരെ രീതിയിൽ നമ്മുടെ സഹോദര സംഘടന പണ്ടൊക്കെ എതിർത്തുകൊണ്ടിരുന്ന സംഘടനയിലെ ഒരു നേതാവിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു വിശേഷണമൊക്കെ വളരെ വ്യത്യസ്തവും മുമ്പെങ്ങുമില്ലാത്ത രീതിയുമാണെന്ന് ഈ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുകയാണ്. ഇനി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ വിഷയം നാസർ ഫൈസി കൂടത്തായിയാണ് ചാനലുകളിൽ വളരെ ശക്തമായി പോയിക്കൊണ്ട് ഏഷ്യാനെറ്റ് പോലെയുള്ള, റിപ്പോർട്ടർ പോലെയുള്ള മുഖ്യധാര ചാനലുകളിലെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ഈ വിഷയത്തെ ഏറ്റവും അധികം കൈകാര്യം ചെയ്തത് നാസർ ഫൈസി കൂടത്തായി ആണെന്ന് എനിക്ക് തോന്നുകയാണ്. മുഹമ്മദ് അലി കിനാലൂർ പോലെയുള്ള AP സമസ്തയിലെ യുവാക്കളായ നേതാക്കന്മാരുമൊക്കെ ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുകയും സംവാദങ്ങളിൽ ഏർപ്പെടുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു പടി മുന്നിലെന്നോളം വിഭാഗത്തിലെ നാസർ ഫൈസി കൂടത്തായി ആണോ ഇതിന് അനുകൂലിച്ചുകൊണ്ട് ചാനലുകളിൽ ചർച്ചയ്ക്ക് രംഗപ്രവേശനം നടത്തിയത് എന്ന് എനിക്ക് തോന്നുകയാണ്. അത്തരത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാസർ ഫൈസി കൂടത്തായി ഈ സംഭവം ഉണ്ടായത് മുതൽ തന്നെ പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും പണ്ഡിതന്മാർക്ക് ഇവിടെ ദീൻ പറയാൻ അനുവാദമുണ്ടെന്നും അത് ദീൻ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ് പണ്ഡിതന്മാർ പറയുന്നതെന്നും നേരത്തെ സത്താർ പന്തല്ലൂർ പറഞ്ഞതുപോലെയുള്ള ഒരു വിശാലമായ ഒരു എഴുത്ത് ഫേസ്ബുക്കിലൂടെ രംഗപ്രവേശനം നടത്തുകയായിരുന്നു. പിന്നീട് ചാനലുകളിലൊക്കെ നാസർ ഫൈസി കൂടത്തായി ഇതിനെതിരെ ഈ വിഷയം വിവാദമാക്കിയ ചാനലുകൾക്കെതിരെ സംസാരിച്ചുകൊണ്ട് രംഗപ്രവേശനം നടത്തി എന്നുള്ളതാണ്. നമുക്കത് കേൾക്കാം. സ്വാഭാവികമായിക്കൊണ്ടും സ്ത്രീ പുരുഷ സങ്കലത്തെ സംബന്ധിച്ച് ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് സമൂഹത്തോട്, സമുദായത്തോട് പറയേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട്. പണ്ഡിതന്മാർ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കുമ്പോൾ അത് അസഹിഷ്ണുതയോടെ കാണേണ്ട കാര്യമില്ല. ജനാധിപത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് മതപ്രബോധനത്തിന് കൂടിയാണ്. അതുകൊണ്ട് ആ മതപ്രബോധനത്തിൻ്റെ ഭാഗമായി ഇത്തരം സമീപനങ്ങൾ പണ്ഡിതന്മാർ സമൂഹത്തോട് പറയുമ്പോൾ അത് അവരെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ മാത്രമേ ബാധകമാകുന്നുള്ളൂ. അപ്പോൾ അതാണ് നാസർ ഫൈസി കൂടത്തായി വളരെ ശക്തമായി ചാനലുകളിലൊക്കെ കാന്തപുരം ഉസ്താദിനെയും ഈ ആശയത്തെയും ന്യായീകരിച്ചുകൊണ്ട് വളരെ നല്ല ചർച്ചകളിലും മറ്റുമൊക്കെ മുമ്പെങ്ങും കാണാത്ത രീതിയിൽ പങ്കെടുക്കുകയും ഒരു വശത്ത് ചില ചർച്ചകളിൽ മുഹമ്മദ് അലി കിനാലൂരും ഇപ്പുറത്ത് നാസർ ഫൈസിയും ഒന്നായിരുന്നു കൊണ്ട് ഈ ആശയത്തെയും സുന്നി വിശ്വാസത്തെയും പ്രചരിപ്പിക്കുന്നതിൽ ഒരേ രീതിയിൽ ഒരേ സമയം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടൊക്കെ വളരെ ശക്തമായി ഇടപെടുന്നത് കാണുകയുമൊക്കെ ചെയ്യുമ്പോൾ സുന്നി ഐക്യം രൂപപ്പെട്ടു കഴിഞ്ഞു എന്നോ അല്ലെങ്കിൽ പടിവാതിൽക്കൽ എത്തി നിന്നു എന്നോ നമുക്ക് തോന്നിപ്പോകുകയാണ്. ഏതായാലും എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ ഇരുവിഭാഗവും വളരെ ഐക്യത്തോടുകൂടെ ഒന്നായിരുന്നു കൊണ്ട് ഇത്തരം സംഭവങ്ങളെ നേരിടുന്നത് കാണുമ്പോൾ
വളരെ സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ ഐക്യം ഇതിനേക്കാൾ ശക്തിപ്പെട്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ പൂവണിയുവാനും ഈ രീതിയിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായി സമൂഹത്തിൽ ഇരുവിഭാഗത്തിനും ഇടപെടുവാനും ഇരുവിഭാഗവും ഒന്നായുള്ള ചില പ്രവർത്തനങ്ങളുമൊക്കെ നടത്തുന്നതിലേക്ക് ഈ ഐക്യം രൂപപ്പെടട്ടെ എന്നും എത്തിച്ചേരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.